സ്പേസ് കുറയാന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് തിരിഞ്ഞ് തറയത്തോടായിരുന്നു നീളം നോക്കുന്നത്. കാര്യം അത് ഡിസ്ക് പറയുന്നത് തേയ്മാനം വന്നിട്ടാണ് ഡിസ്ക് കുറയുന്നത്. തേയ്മാനം വരാതിരിക്കാൻ പ്രത്യേകിച്ച് മെഡിസിനൊന്നുമില്ലെന്ന് വെച്ചാൽ പിന്നെ അതിന് ചെയ്യാവുന്ന പറഞ്ഞാൽ റെഗുലറായിട്ടുള്ള എക്സസൈസ് തെറാപ്പി ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് ചെയ്യുന്നത് മലർന്ന് കിടന്നിട്ട് സൈക്കിൾ ചവിട്ടുന്ന പോലെ ചവിട്ടുക. പിന്നെ ഇമാജിനറി ബോട്ടിംഗ് എന്ന് പറയുന്നൊരു എക്സസൈസ് ഉണ്ട്, അത് കൂടുതൽ പ്രയോജനമാണ്. ശ്വാസക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് വേണം അത് ചെയ്യാൻ. അപ്പോഴൊക്കെ ഇത് വൈഡായിട്ട് വരും. ആ ഡിസ്ക് ഞെരുങ്ങിയിരിക്കുന്ന കംപ്രഷനായിരിക്കുന്ന ഡിസ്കുകൾ വൈഡായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യാൻ തുടങ്ങും. കുറച്ച് ദിവസം എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക. ശ്വാസം എടുക്കുന്ന കറക്റ്റ് ആയിരിക്കണം. മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് ശ്വാസം വിടണം, താഴോട്ട് ഇടുന്ന സമയത്ത് ശ്വാസം പിടിക്കണം. അത് തിരിഞ്ഞു പോകരുത്. ഇങ്ങനെ മടങ്ങുന്ന സമയത്ത് മുകളിലോട്ട് വരുമ്പോൾ ശ്വാസം ശ്വാസം എടുക്കുന്നു, താഴോട്ട് വിടുമ്പോൾ ശ്വാസം വിടുന്നു. അപ്പൊ ആ ഡിസ്കിൽ മൂവ്മെന്റ്സ് ഉണ്ടാവും. ഇങ്ങനെ എറിയിരിക്കുന്ന സാധാരണ പ്ലേറ്റ് പോലെ ഇരിക്കും. ഈ L4 to L5ഉം S1 S2 S3 ഒക്കെ ഒരുമിച്ച് ചേർന്ന് പ്ലേറ്റ് പോലെ ഇരിക്കത്തേ ഉള്ളൂ. അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്താലും നമുക്ക് കുനിയും ദൂരിയും ചെയ്യാറുണ്ട്. അതിന് ഈ രണ്ട് എക്സസൈസ്, സൈക്ലിങ്ങും രണ്ടാമത്തെ എക്സസൈസ് കൂടുതൽ പ്രയോജനമാണ്. ഇത് റിസർച്ച് വർക്കാണ്. വളരെ നമ്മളല്ല, ഇംഗ്ലണ്ടിലെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ ഓർത്തോക്കാരെല്ലാം കൂടെ ഉണ്ടാക്കിയ രണ്ട് എക്സസൈസാണ്. അത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് വീട്ടിൽ വിട്ട് റെസ്റ്റ് എടുത്ത് എത്ര ദിവസം കഴിഞ്ഞ് ഇത് തുടങ്ങാം? സാധാരണ 7 ദിവസം കഴിഞ്ഞ് തുടങ്ങാം. ആ 7 ദിവസം വരെ ആവശ്യമുള്ള റെസ്റ്റ് എടുക്കണം. വെയിറ്റ് എടുത്തുകൂടാ, പെട്ടെന്ന് തിരിഞ്ഞു നോക്കിക്കൂടാ. ഒരു സാധനം തറ വീണാൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ഇങ്ങനെ പൊക്കി എടുത്തുകൂടാ. വെയിറ്റ് ഒരു കാരണവശാലും വെയിറ്റ് പൊക്കി എടുത്തുകൂടാ. പുഷ് ചെയ്യുക, പുള്ള് ചെയ്യുക, ഇതൊന്നും പാടില്ല. ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ട് പിന്നെ സിമ്പിൾ എക്സസൈസ് ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം ഒരു 5 മിനിറ്റ് ഇത് ചെയ്യാം. ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് ഇത് റെഗുലറായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ തുടർച്ചയായിട്ട് ആ ലൈഫ് സ്റ്റൈൽ പോലെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും ഹിപ്പുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകും. ഒരിക്കലും ഉണ്ടാകും. ഇങ്ങനെ കുത്തി മടങ്ങിപ്പോയി കാണും. ബാക്കിലോട്ട് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ മൂന്ന് ജംഗ്ഷൻസ് ഉണ്ട്. അതിങ്ങനെ മടങ്ങി പൊങ്കി പോലെ ഇങ്ങനെ അകത്തോട്ട് കയറിയിരിക്കും. അത് ഉള്ളിൽ കൂടെ വലിച്ച് നിവർത്തി വെച്ചിട്ട് ബാൻഡേജ് പുറത്ത് ബാൻഡേജ് വെച്ച് ഒട്ടിച്ച് അത് കീപ്പ് ചെയ്യണം. അതുപോലെ കീപ്പ് ചെയ്യണം. ഇരിക്കുന്ന സമയത്ത് ഈ കോസിക്സ് തറയിലോ ചെന്ന് തട്ടാതിരിക്കാൻ നമ്മളൊരു കുഷൻ പോലെ ഒരു സാധനം ഉണ്ടാക്കി ഒന്നീ ജട്ടിയുടെ അടിക്ക് ഇതുപോലെ സ്ഥാപിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇരിക്കുന്ന ചെയറിൽ കറക്റ്റായിട്ട് ഇരിക്കണം. ഈ ഭാഗം വന്ന് ഇങ്ങനെ ബേസ് ഉള്ളത്. ടൈലർ ആണെങ്കിൽ അത് സംഭവിക്കുന്നു. എപ്പോഴും ഇരിക്കണ്ടല്ലേ. അപ്പൊ അയാൾ ഇത് ചെയ്യണം. തിരികെ ഒരു സാധനം ഉണ്ടാക്കി അതിനകത്ത് വേണം ഇരിക്കാൻ. ഈ കോസിക്സ് ആ ബോൺ ആ കാർട്ടിലേജ് പോയി ഇടിക്കരുത്. തറയിൽ ഇടിക്കരുത്, സീറ്റിലിടിക്കരുത്. അങ്ങനെ റെസ്റ്റ് കൊടുത്താലേ അത് റെഡിയായി വരത്തുള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും അത് സുഖമായി വരത്തില്ല. അതുപോലെ ഹാർഡ് പ്ലേസ് ഇരുന്നാൽ പ്രശ്നമാണ്. അത് നമ്മൾ വെല്ലുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് മടക്കിയാൽ കുറച്ച് നൂന്ന് വരും. നൂന്ന് വന്നു കഴിഞ്ഞാൽ ഹാർഡ് പ്ലാസ്റ്റർ വെച്ചിട്ട് മുകളിലോട്ട് വെച്ച് നടുക്ക് എന്തെങ്കിലും ഒരു പ്ലേറ്റ് പോലെ എന്തെങ്കിലും ഒരു സപ്പോർട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് അതുപോലെ നിവർന്നിരിക്കും. പിന്നെ മടങ്ങി പോകത്തില്ല. പിന്നെ ഇത് ഈ പ്രാക്ടീസും കൂടെ ചെയ്താൽ മതി, ശരിയായിക്കോളും. മതി. തുണിയോ ഒരു കുഷനോ ഇങ്ങനെ ഇത്രയൊരു എണ്ണം മതി. ഒരു ഉഴുന്നുവടയുടെ അത്രയും മതി. ഇതുപോലെ മെഡിക്കൽ ഷോപ്പിൽ ഇത് കാണും. ഇത് പ്രത്യേകിച്ച് പേരുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ തുണി ഏതോ അത് ഉണ്ടാകാൻ ഈ ഒരു കാരണമേ ഉള്ളൂ, പോയി ഇടിച്ച് വീഴുക എന്നുള്ളതാണ് പ്രശ്നം. ഹാർഡായിട്ടുള്ള പ്ലേസിൽ പോയി ഇടിച്ച് വീണാലേ അതിങ്ങനെ മടങ്ങി പോകുന്നതാണ്. ഇങ്ങനെ മടങ്ങി പോകുന്നതാണ്. അകത്തോട്ട് മടങ്ങി സ്പൈനൽ കോഡിന്റെ പോർഷൻസ് മെനിഞ്ചസ് അതുവഴി പ്രൊട്രൂഡ് ചെയ്ത് വരുന്നതാണ് മെനിഞ്ചോസീൽ. ബൈഫിഡ എന്ന് പറയുന്ന കണ്ടീഷനിൽ യൂണിയൻ ഇല്ല. അപ്പം ഈ സ്പൈനൽ കോഡ് വെളിയിലോട്ട് തള്ളി വരികയാണെങ്കിൽ മെനിഞ്ചോസീൽ എന്ന് പറയുന്നത്. അപ്പൊ സ്പൈന ബൈഫിഡ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എസംപ്റ്റമാറ്റിക് ആണ്. അതിൽ പ്രത്യേകിച്ച് കാര്യം ഒന്നും ചെയ്യുന്ന വെറുതെ വിട്ടാണ്.
അല്ല അതിലൊരു ബ്യൂക്കൽ കോഡ് അല്ല, അതിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തിരികെ പോലെ ഉണ്ടാക്കിയത്. അതിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു പൊസിഷനിൽ ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷെ അതിന് റെസ്റ്റ് കിട്ടണം. വീണ്ടും ടച്ച് ചെയ്ത് പോയാൽ ഭയങ്കരമായ പെയിനാണ്. അത് വന്ന് ഉച്ചവരെ അതിന്റെ പെയിൻ വരും. ബാക്ക് ബോണിൽ കൂടെ കടന്നങ്ങ് ഉച്ചവരെ അതിന്റെ പെയിൻ. സംശയം ഉണ്ടോ വേറെ? ആ ബോഡി മുട്ടുവേദനയ്ക്ക് ലിഗമെന്റ്സ് ആയിരിക്കും മിക്കവാറും. ലിഗമെന്റ്സ് പഞ്ചറിങ് ആയിരിക്കും അതിന്റെ പ്രധാന കാരണം. അല്ലെങ്കിൽ ഈ പെറ്റെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പൊസിഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. മൂവ്മെന്റ്സ് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ്സ് എടുക്കുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ അയാൾ നിലവിളിക്കും. പിന്നെ മുകളിലോട്ടും താഴോട്ടും അത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് അതിന് നമ്മൾ പൂച്ചിട്ട് ബാൻഡേജ് ചെയ്യാണ്. അതിന്റെ പുറത്ത് ബാൻഡേജ് ചെയ്യുക. നീ ക്യാപ്പ് സ്ഥിരമായി ഉപയോഗിക്കുക ചെയ്യണം. ഉറക്കത്തിൽ മാത്രം നീ ക്യാപ്പ് മാറ്റണം. അല്ലാത്ത സമയം സ്റ്റെപ്പൊക്കെ കയറുമ്പോഴൊക്കെ നീ ക്യാപ്പ് ഉണ്ടായിരിക്കണം. നടക്കുമ്പോഴൊക്കെ നീ ക്യാപ്പ് ഉണ്ടായിരിക്കണം. ഈ ബാൻഡേജ് എന്തോ ഉണ്ടോ പൂച്ച ഞാൻ പറഞ്ഞു. ചോറുകൊണ്ട് ചോറായാലും മതി. പിന്നെ കാബേജിൻ്റെ പൂച്ചുണ്ടാക്കാം. ഒരുപാട് തരത്തിലുള്ള പൂച്ചകളുണ്ട്. അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഊറാൾ ഉപയോഗിക്കാം. ഇത് ഇങ്ങനെ കൂടുതൽ സ്ലിപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതിപ്പോൾ ഇതാണ്ട് അയാളുടെ ലിഗമെന്റ് വളരെ ശോഷിച്ചിരിക്കുക. ലിഗമെന്റ് വളരെ ഉണ്ടോ, ഓട്ടം കണ്ടോ ഭയങ്കര. അപ്പോൾ ഇതൊക്കെ നീക്കാപ്പെടേണ്ട കേസുകളാണ്. അപ്പോൾ ഈ ബാൻഡേജ് ചെയ്യുമ്പോൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, കോട്ടൺ 2 ചെറിയ വിളക്കത്തിരി പോലെ 2 കോട്ടൺ കട്ടിയായിട്ടുണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ 2 സൈഡിൽ പ്രസ് ചെയ്ത് വെക്കണം. ഈ മൂവ്മെന്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് വേണം അതിൻ്റെ പുറത്ത് ഇത് ചെയ്യാൻ, പിന്നെ പൂച്ചിട്ട് കെട്ടാൻ. അപ്പോൾ ഇത് മൂവ്മെന്റ് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ 2 പാഡ് പോലെ കോട്ടൺ തന്നെ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ. അപ്പോൾ മുൻപോട്ട് പുറന്നോട്ടുള്ള മൂവ്മെന്റ് കൂടുതൽ കിട്ടത്തുള്ളൂ. ഈ സൈഡിലോട്ടുള്ളത് റെസ്ട്രിക്ഷൻ ആയിരിക്കും. മടങ്ങിപ്പോ അത് ആദ്യം കാണിച്ചതാ. ഇങ്ങനെ മുട്ടിന് ഇൻബാലൻസ് വരും. ഇത് തെറ്റിപ്പോവും. ഇൻബാലൻസ് വരും. നടക്കുമ്പോൾ എങ്ങോട്ടോ വീഴാൻ പോകുന്ന ഒരു തോന്നൽ വരും. ലിഗമെന്റ് ടിയർ കംപ്ലീറ്റ് ടിയർ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അല്ലാ മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ക്ഷതം മാത്രമേ ഉള്ളൂ. അവിടെ നീരും ക്ഷതവും മാത്രമേ ഉള്ളൂ. അതിന്റെ ചെറിയ ചതവ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ബാൻഡേജ് ചെയ്ത് പൂച്ചോ അല്ലെങ്കിൽ ഓയിൽ മസാജോ ചെയ്യാം. ഓയിൽ മസാജ് അല്ല, ഓയിൽ ധാര കൊടുക്കാം. അപ്പൊ അതിലുള്ള തീർന്നുള്ള സംശയങ്ങൾ. അപ്പർ ലിംബ് കൈക്ക് ഈ ഷോൾഡറിനകത്ത് ആർക്കെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ പറയാം. ഷോൾഡർ ബാബാ ആദ്യമായിട്ട് ഷൈന്റെ പ്രശ്നങ്ങൾ ഷട്ടിൽ സ്ഥിരമായിട്ട് കളിക്കായിരുന്നു. അപ്പോൾ ഈ സൈഡ് പെയിൻ ഉണ്ട്. കൈ നമ്മൾ തല കൈ വെച്ച് കിടക്കാൻ പറ്റില്ല. പിന്നെ ഷോട്ടൊക്കെ അടിക്കുമ്പോൾ നല്ല പെയിൻ വരുന്നു. അപ്പോൾ കൈ ഇങ്ങനെ കട വെച്ച് കിടക്കാൻ പറ്റും. ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇതിനകത്താണ് വേദന അല്ലേ? എവിടെയാ വേദന? അവിടെ പെയിനുണ്ട്. ഇവിടെയാണ് വേദന. മൊത്തത്തിൽ വേദനയുണ്ട്. എന്താണ്ട് ഞാൻ ചെയ്യുന്ന ട്വിസ്റ്റിങ് ചെയ്യുന്ന രീതി നോക്കണം. കുറച്ച് യുക്തി ഇതിനകത്തുണ്ട്. ഇനി ഇതിനകത്തൂടെ കറങ്ങി അങ്ങ് മാറണം. ഇങ്ങോട്ട് കറങ്ങി ഒന്ന് കറങ്ങി ഇതിനകത്തൂടെ കയറി ഇതൊന്ന് സ്മാഷൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. ഈ ഭാഗത്ത് മടക്കി ശ്വാസം
നേരത്തെ പോലെ കറങ്ങി മാറും. ഇനി നോക്കും. ചെയ്തു ഈ ബാക്ക് വെയിറ്റ് അടിക്കുകയോ കല്ലത്ത് ചെറിയ എടുത്ത് ഇങ്ങനെ എറിയാൻ കഴിയുന്നതിന് മാറും. ഈ സ്റ്റെപ്പ് ഒന്നും പറയാം. ഈ സ്റ്റെപ്പ് ലാസ്റ്റ് ഇതിന് വേണ്ട. ഈ കേസിന് വേണ്ട. മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്യേണ്ട കേസിന് മാത്രം മതി. അത് കൈകുത്തി വീണാലാണ് സാധനം ചെയ്യുന്നത്. കൈകുത്തി വീണു പോയാൽ ഇവിടെ ഈ സോക്കറ്റിനകത്തോട്ട് ഇടിച്ചു കയറും. അപ്പോൾ ഫാം ഓഫ് എയ്റ്റ് ബാൻഡേജ് നമ്മൾ ഈ രണ്ട് ഷോൾട്ടും കൂടെ ശരിക്കും സെൻറ്ററിൽ കൊടുക്കണം, കെട്ടും. ഇവിടെ കോട്ടം വെച്ചിട്ട് ആവശ്യം ആയിരിക്കും. ഒരു 10 ദിവസം കഴിഞ്ഞ് അടിക്കുമ്പോൾ ഇനി ഏതെങ്കിലും സംശയം ഉണ്ടാകും? ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആണോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ പൊസിഷൻ വരുത്തിയിട്ട് ക്വിക്കായിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങ് വയ്ക്കാൻ പറഞ്ഞാൽ ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെ വയ്ക്കാൻ ഒക്കില്ല. ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കാൻ ഒക്കില്ല. ഇങ്ങനെ വരുമ്പോഴത്തന്നെ കോച്ച് വിളിക്കണക്ക് പെയിന്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ വയ്ക്കാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് മൂവ്മെന്റ് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ബാക്കിലോട്ട് മൂവ്മെന്റ് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതിന് തിരിച്ച് മൂവ്മെന്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തട്ടും. 1 2 ഇങ്ങനെ വെച്ച് ആളിനെ നിലത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഉയർത്തണം. ഉയർത്തണം. എന്നിട്ട് ഇങ്ങോട്ട് താഴ്ത്തി വരുന്ന സമയത്ത് ഈ ബോളിനകത്ത് ഒരു ഹിറ്റ് കൊടുത്തങ്ങ് ഉയർത്തും. ഇവിടെ ഒരു തട്ടും കൂടെ തട്ടുമ്പോൾ കറക്റ്റ് പൊസിഷൻ. വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാവത്തില്ല. ഒരു കാരണവശാലും ട്വിസ്റ്റ് ചെയ്യാവത്തില്ല. അത് ചാടി കിടക്കുകയാണ്. ഇതിനകത്ത് 2-3 കേസുണ്ട്. ഒന്ന് ടെമ്പററി ആയിട്ട് ഇങ്ങനെ മാത്രമേ, ചിലത് ചാടിപ്പോവുക. ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇവിടെ ഒരു മസിലുണ്ട്. ആ മസിലിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ നമ്മൾ തട്ടിയിടാൻ നോക്കിയാലൊന്നും ഇത് പോകത്തില്ല, ശരിയാകത്തില്ല. ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. എന്നാൽ ഓപ്പറേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ചില മാർഗങ്ങളുണ്ട്. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കും, ബോൾ പോലെ ഇരിക്കും ഇവിടെ. അങ്ങനെ കണ്ടാൽ അങ്ങനെ ബോൾ പോലെ ഇരിക്കുന്നെങ്കിൽ ഈ കയ്യെ ഫ്രീ ആയിട്ട് ആട്ടാൻ പറയണം. വേദനയായിരിക്കുന്നല്ലേ, നമ്മളിവിടെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞങ്ങ് ഊഞ്ഞാൽ പോലെ എറിയണം ബാക്കിലോട്ട്. 2-3 പ്രാവശ്യം എറിയുമ്പം ഈ മസിലിൽ നിന്ന് ഉടക്ക് മാറി ഇത് നേരെ പുറത്ത് ചാടിയിരുന്നാൽ ഈ കയ്യ് ഇവിടെ കയറ്റിയിട്ട് തള്ളവരിൽ ഇവിടെ കയറ്റി ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് തലയ്ക്ക് ഒഴിഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു തട്ട്. അങ്ങനെ വരുമ്പോൾ ഇത് കറക്റ്റ് പൊസിഷൻ സോക്കറ്റിനകത്ത് വീഴും. വേദനയായിരിക്കും, പക്ഷെ വരുത്തണം നമ്മൾ. ഇപ്പം അയാൾ നിലവിളിച്ചാൽ നമ്മളിപ്പോൾ വരുത്തി വെക്കും. ഒരു 4-5 മെത്തേഡ് എനിക്കറിയാം. ഇതിങ്ങനെ ഷോൾഡർ കയറ്റി വയ്ക്കുക. ഈ ബോൾ പുറത്ത് കിടക്കുകയാണ്. ഇങ്ങനെ കുത്തി അകത്തോട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരാളുടെ സഹായം കൂടെ വേണം. നമ്മളിങ്ങനെ കുത്തി കൊടുക്കണം. മറ്റേയാൾ ഈ കൈയെടുത്ത് ഇങ്ങനെ അങ്ങ് എറിയണം. ഇവിടുന്ന് കൈയെടുത്ത് ഇങ്ങോട്ട് എറിയുന്നതും നമ്മൾ ഇത് കുത്തുന്ന ഒരുമിച്ചായിരിക്കണം. അപ്പോഴാ സോക്കറ്റിനകത്ത്. പിന്നെ ഈ മസിൽ ഇങ്ങനെ
രണ്ടുപേരും ശക്തിയായിട്ട് പുള്ള് ചെയ്യണം. അപ്പോൾ ഈ സോക്കറ്റിനകത്ത് ബോൾ മസിലും കൂടെ ഈ മസിൽ ഇങ്ങനെ വലിഞ്ഞു വരും. മസിൽ വലിഞ്ഞ് ഒരു 4 ഇഞ്ചെങ്കിലും ഈ കൈക്ക് നീളം കൂടും, വലിഞ്ഞ് നിൽക്കും. അങ്ങനെ വലിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് അങ്ങ് വിട്ടാൽ അതാകും. അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. അത് ഏത് രീതിയിലാണ് ആ ഡിസ്ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് അത് പുറകോട്ടാണ് ബോൾ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഈ സ്കാപ്പുലയുടെ പുറത്തുനിന്ന് നമ്മളൊരു തട്ടി ഇങ്ങോട്ട് തട്ടണം. ഇതിങ്ങനെ നീട്ടി വെച്ചിട്ട് ഒരു തട്ടി ഇങ്ങനെ തട്ടണം. തട്ടുമ്പോൾ അത് തെന്നി ഇവിടെ തൂങ്ങും. ആ മുഴച്ചിരിക്കുന്ന ആ ഭാഗം അത് ഇങ്ങനെ വലിച്ചു വെച്ചുകൊണ്ട് ഒരു തട്ടിട്ടുമ്പം അത് ഈ പൊസിഷനിൽ തന്നെ വരും. ഈ സോക്കറ്റിന്റെ പോസ്റ്റീരിയർ പൊസിഷനിൽ ഇരിക്കുന്നത് ആന്റീരിയറിലോട്ട് വരും. എന്നിട്ട് അത് ലെവൽ ചെയ്തതിന് ശേഷം ഇവിടെ പ്രസ് ചെയ്ത്, ഇവിടെ ഈ സപ്പോർട്ട് എന്തായാലും വേണം. പ്രസ് ചെയ്തിട്ട് വേണം ഇത് ഇടിച്ചകത്ത് അടിച്ചിടാൻ. മുകളിലോട്ട് ചാടണമെങ്കിൽ ഇവിടെ പൊട്ടലും കൂടെ വളരെ ഇത് ഈ ഷോൾഡർ ഇല്ല, അത് പൊട്ടിയിട്ടായിരിക്കും. ഇവിടെ പൊട്ടിയാൽ പോകും. 3 വരത്തുള്ളൂ. ഇത്രേ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊട്ടിയിരിക്കണം. അത് പൊട്ടിയിട്ടായിരിക്കും. ഇവിടെ ഈ ബോൾ ഇവിടെ പൊട്ടിപ്പോയാൽ പൊങ്ങി വരും. ഈ ക്ലാവിക്കലിന്റെ ഇളകിയാൽ മാത്രമേ മുകളിലോട്ട് ഡിസ്ലൊക്കേഷൻ അത് നോക്കിയിട്ട് ചെയ്യാം. നീര് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഫ്രാക്ചർ വന്ന് നീരും കൂടെ ഉണ്ടെങ്കിൽ അകത്ത് നീരിങ്ങനെ ബഡ്ജ് ചെയ്തിരിക്കുകയാണെങ്കിൽ അകത്ത് കാർട്ടിലേജുകളൊക്കെ ചെറിയ പൊട്ടലുകളോ അല്ലെങ്കിൽ ലിഗമെന്റ്സ് ഒക്കെ പൊട്ടിയൊക്കെ ചെയ്തിരിക്കും. ഈ സോക്കറ്റിനകത്തുള്ള നെർവുകളും വെസലുകളും ഒക്കെ ചിലപ്പം സ്വെല്ലിങ് ഉണ്ടോ എന്ന് നോക്കണോ. വെറും ഡിസ്ലൊക്കേഷൻ കൊണ്ട് സ്വെല്ലിങ് ഉണ്ടാകത്തില്ല. പഞ്ചറിങ് കൊണ്ടേ സ്വെല്ലിങ് ഉണ്ടാവും. ആ പഞ്ചറിങ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇത് ചെയ്യാം. സാധാരണ എൽബോ ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് പോലെ കിടക്കുകയാണ്. അതൊക്കെ അറിയാലോ, അനാട്ടമിയൊക്കെ അറിയാമല്ലോ. ഇത് രണ്ടും പല കേസുകളിൽ വരും. ചിലപ്പം ഈ ബോൺ അങ്ങോട്ട് തെള്ളിപ്പോവും. ഇത് തെള്ളി ഇവിടെ വന്നിരിക്കും. ഇതൊന്ന് തെള്ളി ജോയിന്റ് ഇളവിയിട്ട് ഇത് മാത്രം തെള്ളി ഇവിടെ കയറിയിരിക്കും. അതിപ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഈ ഇത് അങ്ങോട്ട് തള്ളിയിരിക്കുന്നത് ഇവിടെ നല്ല ഫോഴ്സ് കൊടുക്കണം. ഇവിടെ ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് നല്ല ഫോഴ്സ് ഈ 2 വിരലെ കൂടെ പിടിച്ച് കുറച്ച് തൊഴുന്നു. ഒറ്റ വലിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പൊസിഷൻ. ഈ 2 വിരലെ പിടിച്ചാൽ മതി. ഇതുമായിട്ട് ബന്ധമില്ല. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇവിടെ ആയിരിക്കും. ഇങ്ങനെ കൊള്ളി പോലെ ഇരിക്കും. ഇവിടെ ഇങ്ങനെ അതിലിങ്ങനെ പിടിക്കും. ഇങ്ങനെ തള്ളി പിടിക്കും. 2 വിരലുകൊണ്ട് തള്ളി പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ തള്ളിലോടുകൂടി ഒരു പുള്ളിങ് ഇങ്ങനെ ശക്തിയായിട്ട് നടക്കുമ്പോൾ ഇത് പൊസിഷന് വരും. പിന്നെ ഇത് ബാൻഡേജ് ചെയ്യണം. ഇത് 2 കൂടെ ചേരണം. അപ്പം ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ 2ഉം സെപ്പറേറ്റ് ആയിട്ട് വരും. ഇപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ പൊസിഷനിൽ ജോയിൻ ചെയ്യണം. എന്നിട്ട് സ്ലിങ് കെട്ടി തൂക്കി ബാൻഡേജ് ചെയ്തിട്ട് അതിനും പശക്കെട്ടോ ഏതെങ്കിലും ഉപയോഗിക്കാം. ചിലപ്പോൾ ഇതൊന്ന് ചാടിപ്പോവും. ഇതിന് അൾന ചാടിപ്പോവും. അൾന ചാടിപ്പോയാൽ ഇതിങ്ങനെ വെച്ചിട്ട് ഈ കൈ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഇടിച്ചു കൊടുക്കും. അപ്പോൾ ഇതങ്ങ് അകത്തോട്ട് പോകും. ഇവിടുന്ന് ഇങ്ങോട്ടും അത് കറക്റ്റ് പൊസിഷനായ ഇവിടുന്ന് മുകളിലോട്ടും ഇവിടുന്ന് ഇങ്ങനെ തട്ടും. നല്ല എന്നിട്ട് വേറെ സഹിക്കേണ്ടി വരും. ചെയ്യാം. പിന്നെ ഇത് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന സാധാരണ രീതിയിലൊരു പ്രശ്നം വരാറുണ്ട്. എന്നാലാണ്ട് അവിടെ വന്ന് കൂടെ അതിപ്പോൾ ചെയ്തായിരുന്നില്ല. ഇതിങ്ങനെ കറക്റ്റായിട്ട് പൊസിഷൻ വയ്ക്കുക. വെച്ചിട്ട് ഇത് കൈ മുറുക്കി വെക്കുക.
സ്ട്രെയിറ്റ് ആയിട്ട് റിസ്റ്റ് അവിടെ ചേർന്ന് ഇങ്ങനെ ട്വിസ്റ്റ് മാക്സിമം അതിൻ്റെ റൊട്ടേഷൻ എടുക്കണം. മാക്സിമം റൊട്ടേഷൻ എടുത്ത് തിരിച്ച് റൊട്ടേഷൻ എടുക്കും. മൂവ്മെൻറ്റ് ഇവിടെ മൂവ്മെൻറ്റ് ഇല്ലാതെ ബെൽറ്റ് ഇവിടെ ഇല്ല, ഉറപ്പിച്ച് ഇവിടെ ഇങ്ങനെ മൂവ്മെൻറ്റ് എടുക്കും. ഇത് രണ്ടും ട്വിസ്റ്റ് ചെയ്ത് ഫ്രണ്ട് ആൻഡ് ബാക്കും എടുത്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിവിടെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ട്, ഏതെങ്കിലും ഒരു പാഡ്, ഒരു തുണി വെക്കാം, പാഡ് പോലെ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വെർട്ടിക്കലായിട്ട് വെച്ചതിന് ശേഷം ആദ്യം ഇങ്ങനെ വെച്ചിട്ട് 2 ഇടി ഇടിക്കുക, പിന്നെ കുറച്ച് ആംഗിൾ മാറ്റിയിട്ട് വീണ്ടും ഇടിക്കുക, പിന്നെ കുറച്ചും കൂടെ ആംഗിൾ മാറ്റി വീണ്ടും ഇടിക്കുക, പിന്നെ തിരിച്ച് ഓരോ റൊട്ടേഷനിലും ഒരു 4 ആംഗിൾ ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പൊക്കെടുത്തിട്ട് നേരെ ഉണ്ടെന്ന് ഇവിടെ ഇങ്ങനെ നോക്കണം. ഈ നോക്കുമ്പം ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ടിക്കുന്നൊരു സൗണ്ട് കേൾക്കും. പ്രശ്നമുള്ളവർക്ക് ഇങ്ങനൊരു സൗണ്ട് കേൾക്കും, ടിക്കുന്നത് കേൾക്കും. നിങ്ങൾക്ക് കേട്ടായിരുന്നു? എന്നിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ ശരിയാകും. എന്നിട്ട് ഇത് സെപ്പറേറ്റ് എടുത്തിട്ട് വലിച്ച് കൊണ്ടുപോയി ഇങ്ങനെ വലിക്കുക. അപ്പം നോർമലായിരിക്കും. അതിൻ്റെ ഇടയ്ക്കല്ല പെയിൻ വരുന്നത്. ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് ഇത് വേറെ ഗോൾഫേഴ്സ് അല്ല. ഉണ്ടോ? ഗോൾഫേഴ്സ് അല്ല, അത് ഇങ്ങനെ ട്രൈസെപ്സിന്റെ ഇപ്പൊ ഉണ്ടോ? സ്ഥിരം സ്ഥിരം കളിക്കുമ്പോൾ തളർത്തിയിട്. ഓക്കെ, എനിക്കത് ഇങ്ങനെ ആക്കാൻ പറ്റൂല. എല്ലാവരും രഹസ്യമായിട്ട് വെച്ചിരിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കലായിട്ടിവിടെ ചെയ്യാണ്. നേരെ കൈ വെർട്ടിക്കലായിട്ടിരിക്കട്ടെ, സ്ട്രൈറ്റ് ആയിട്ടിരിക്കട്ടെ, ഇവിടെ ബലം കൂടും. ഇതെല്ലാം 2 ജോയിന്റിൽ ഒന്നായിട്ട് അങ്ങിരിക്കട്ടെ. അല്ല, തളർത്തിയിട് ബലം കൊടുക്കാൻ. കൈ മടക്കി നോക്കി വെച്ച് മടക്കി പെട്ടെന്ന് തുടങ്ങി ശക്തിയായിട്ട് നോക്കി. ഉണ്ടോ? ട്രെയിനിങ് ആ 3-4 ട്രെയിനിങ്ങിൽ ഞാൻ 3-4 ആംഗിളിൽ ഇടിക്കുന്നുണ്ട്. അപ്പോൾ ആ കറക്റ്റ് പൊസിഷൻ വരാൻ വേണ്ടിയാണ്. അല്പമെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരാൻ വേണ്ടി 3-4 ആംഗിൾ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് അതിന്റെ സ്ട്രൈറ്റ് പൊസിഷൻ അടിക്കും. പക്ഷെ അത് ഞാൻ കൈ ഇങ്ങനെ ഫുൾ
സ്ട്രെച്ച് ചെയ്യില്ല. ഏകദേശം പകുതി വെച്ച് സ്ട്രെച്ച് ലൂസായിട്ട് ചെയ്യാൻ പറ്റില്ല. ലൂസായിട്ട് ചെയ്താൽ വേന എടുക്കും. മസിൽ പിടിച്ച് ചെയ്താൽ വേന എടുക്കില്ല. ഇപ്പം ലൂസായിട്ട് ചെയ്യുമ്പോഴും കുഴപ്പമില്ല. ഞാൻ ഒരു 95% അതിന് മുകളിൽ അല്ല ഇപ്പം കിടക്കാതെ സൗണ്ട് കേട്ടല്ലോ. അത് വേദനയായിരുന്നു. വേദന ഒന്നും എടുത്തില്ല. പക്ഷേ സൗണ്ട് 10 വർഷമായതാണ്. ലൂസാക്കുന്നു, തളർത്തിയത് തെറ്റുന്നതിന് പേടിക്കണ്ട, ബലം പിടിക്കാതെ, ബലം പിടിക്കരുത്, കൈ രണ്ടും പൊക്ക്, ബലം പിടിക്കാതെ, ബലം പിടിക്കാതെ, കഴുത്ത് കുതിക്കുക, മുകളിലോട്ട് വേഗം കുതിക്കുക, വേഗം പെട്ടെന്ന് ചെയ്യും. മുകളിലോട്ട് വേദനയുണ്ടോ? ഇനി ഇങ്ങോട്ട് തിരിക്കും, പെട്ടെന്നോട്ടൊന്ന് തിരിക്കും, അപ്പുറത്തോട്ട് തിരിക്കും. സാർ ഇങ്ങോട്ടൊന്ന് കിടക്കും. 10 വർഷമായെന്ന് പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ സാധാരണ ഇതിൽ ഇത്രയും ചെയ്യുമ്പം നോർമലാവും. ചുമ്മാ പറയണേ. ഇത് ചെയ്യുമ്പോ സൂക്ഷിച്ചു കൊമ്മിക്ക്. കൈഭാഗം എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. കൈഭാഗം, മനപ്പാകം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട്. നോക്ക് നോക്ക്. അല്ല, പെട്ടെന്ന് ആവും, പെട്ടെന്ന് തന്നെ ആവും. വേദന മാറി. ആ ശരി. വരുന്നേ ഉള്ളൂ. ഉണ്ടോ, കുഴപ്പമുണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പെയിൻ കാണും. ഇങ്ങനെ വെച്ചിട്ട് ഇവിടുത്തെ ഈ ജോയിന്റിലെ ഫോഴ്സ് ഇങ്ങോട്ടും ഈ ഷോൾഡറിലെ ഫോഴ്സ് അങ്ങോട്ടും ഒരേ സമയത്ത് തട്ടി കൊടുക്കും. എന്നിട്ട് ഈ കൈ പിടിച്ച് ഉയർത്തി ഇങ്ങനെ വെച്ചോണ്ട് ആളിനെ ഇങ്ങനെ ഇതിനകത്തോട്ട് ടേൺ ചെയ്തങ്ങ് മാറ്റണം. ഇത് കറങ്ങി അങ്ങ് മാറണം. അപ്പോൾ ഇതൊരു റൊട്ടേഷൻ വരും. കാര്യം ശരിയായിരിക്കും. ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ തട്ടും. പിന്നെ ഈ ആംഗിളിൽ തന്നെ ആളിനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ ടേണിങ് ഇങ്ങനെ കൊടുക്കും. ഒന്നൊന്നും സംഭവിക്കത്തില്ല. റെസ്റ്റിന്റെ ആംഗിള് സാധാരണ മൂവ്മെന്റ് എത്ര ഡിഗ്രി എന്നൊക്കെ നമുക്കറിയാം. പുറന്നോട്ട് ഈ 45 ഡിഗ്രി കഴിഞ്ഞ് അങ്ങോട്ട് വരത്തില്ല. ബാക്കിയെല്ലാം ഇത് 45, ഇത് 45, ഇത് 90 ഡിഗ്രി വരെ വരും. അപ്പോൾ ഇത് മൂവ്മെന്റ് എടുത്ത് നോക്കണം. റെസ്റ്റ് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഇങ്ങനെ പിടിച്ചു.
വലിയ ഇടിയുണ്ടാകും കുഴപ്പമില്ല. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കറക്കി നോക്കണം, റൊട്ടേഷൻ നോക്കണം, എല്ലാ ആംഗിളും കിട്ടുന്നു നോക്കണം. കുഴപ്പമുണ്ടെങ്കിൽ മണിബന്ധമാണ്, കുഴപ്പമുണ്ടെങ്കിൽ അറിയാം ഇതിനാ ഉള്ളിൽ ഭയങ്കരമായ പെയിൻ വരും, ഇവിടെയൊക്കെ കോച്ച് വലിക്കും. ഇങ്ങനെ കറക്കി നോക്കണം. ഇങ്ങോട്ട് കറക്കുമ്പം ഇവിടെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ ഈ കൈ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കറക്കി ഇവിടെ ഒരടി കൊടുത്താൽ ഓപ്പോസിറ്റ് സൈഡിൽ, പിന്നെ കറക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ വേണം എടുക്കാൻ. ഡിസ്ലൊക്കേഷൻ വന്ന് ഒരു സൈഡിലേക്ക് മൂവ്മെന്റ് ഇല്ല എങ്കിൽ, ഒരു ആംഗിൾ കിട്ടുന്നില്ല, ആ ആംഗിളിൽ തന്നെ പിടിച്ച നൂത്ത് കളയാന്ന് ആരും വിചാരിച്ചു കളയരുത്, അത് ഒടിഞ്ഞു പോകും. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ആംഗിൾ കൊടുത്തിട്ട് അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശരിയായിരിക്കും. പിന്നെ ഈ വിരൽ സെപ്പറേറ്റ് ആണ്, അതിൻ്റെ ജോയിന്റ് സെപ്പറേറ്റ് ആണ്, ഈ 4 വിരലിൻ്റെ വേറെയാണ്. അപ്പോൾ എപ്പോഴും വലിവെടുക്കുമ്പോൾ ഈ വിരൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ എടുത്ത് കളയരുത്, ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഇതെല്ലാം ഓരോന്നായിട്ട് എടുക്കാം. ഇതും പഞ്ചഭൂതാത്മകമാണ്, ഇതിനകത്തൊക്കെ തിയറിയുണ്ട്, അത് വേറെ കാര്യങ്ങളാണ്. ഇവിടെ മണിബന്ധം തെന്നി മാറിയിരിക്കുന്നെങ്കിൽ അമർത്തി താഴോട്ട് വെച്ചിട്ട് ഇവിടെ ഒരു പാഡ് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരു അടി അടിക്കാം, കറക്റ്റ് പൊസിഷൻ വരും. ഇവിടെ മണിബന്ധത്തിന് മാറ്റം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പാഡ് വെക്കണം. ഇങ്ങനൊരു പാഡ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചോണ്ട് 90 ഡിഗ്രി കിട്ടണ്ടേ, 90 ഡിഗ്രി കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ അടി പിടിക്കും. പാഡ് വെക്കുന്ന ഇവിടെ കംപ്രഷൻ വരാൻ വേണ്ടി, കംപ്രഷൻ വരണോ അതിനുവേണ്ടി. എന്നിട്ട് നോക്കുമ്പോൾ ശരിയായി. ഇനി ഏതെങ്കിലും പൊട്ടലുണ്ടെങ്കിൽ ചുഴലി വെച്ചിട്ട് കെട്ടി പ്രസ് ചെയ്ത് കെട്ടി പാഡ് വെച്ച് ഇവിടെ കോട്ടൺ ഞെരുക്കി വെച്ചിട്ട് ഈ ലെവല് വരുത്തണം. ലെവല് ഈ പാഡിൻ്റെ ലെവൽ ഇവിടെ വന്ന് കുഴിഞ്ഞു പോകുന്നുണ്ട്, ഇവിടെ ഉയർത്തി ഒരേ സ്ട്രെയിറ്റ് ലൈനായിട്ട് വെച്ച് വേണം ബാൻഡേജ് ചെയ്യാൻ. ബാൻഡേജ് ചെയ്യുമ്പോൾ ഈ വിരൽ മൂവ്മെന്റ് ഇല്ലാത്ത രീതിയിൽ ബാൻഡേജ് ചെയ്യണം. അത് ഇവിടെ വരെ ചെയ്യാം. ഒരു കാരണവശാലും റെസ്റ്റ് ഇങ്ങനെ അനങ്ങാൻ പാടില്ല. 21 ദിവസം മിനിമം വേണ്ടി വരും. മൂവ്മെന്റ് പെട്ടെന്ന് ഉണ്ടാകുന്ന സ്ഥലമായതുകൊണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ ദിവസവും ഇങ്ങനെ ഇരിക്കേണ്ടി വരും. നമുക്ക് അപ്പർ ലിംബും സർവിക്കലും ആയിരുന്നു. മെഡിക്കൽ മാസേജ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിന്റെ മെഡിക്കൽ മസാജ് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് വളരെ ശ്രദ്ധയോടുകൂടി കണ്ട് മനസ്സിലാക്കിയാലേ നടക്കത്തുള്ളൂ. കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. മസാജ് ആദ്യം കുറച്ച് കാര്യങ്ങൾ അത് പറയാം.